നമ്മൾ നേരെ മംഗളൂരുവിലേക്ക് പോവുകയാണ്. അവിടെ ഉള്ളാലിൽ സഹകരണ ബാങ്കിൽ പട്ടാപ്പകൽ വൻ കവർച്ച. മുഖം മൂടി ധരിച്ചെത്തിയ സംഘം തോക്ക് ചൂണ്ടി പണവും സ്വർണവും കവർന്നു. കൊട്ടിയേക്കർ സഹകരണ ബാങ്കിന്റെ KC റോഡ് ശാഖയിലാണ് മോഷണം നടന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. അരുൺ, എത്രത്തോളം സ്വർണവും പണവും മോഷ്ടിച്ചിട്ടുണ്ട് ഇവർ? മോഷ്ടാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഉച്ചയ്ക്ക് 1:30 ഈ കവർച്ച നടക്കുന്നത്. മഞ്ചേശ്വരം കർണാടക അതിർത്തി മേഖലയാണ് ഈ ഉള്ളാൾ കൊട്ടേക്കർ സഹകരണ ബാങ്കിന്റെ KC റോഡ് ശാഖയിലാണ് വലിയൊരു രീതിയിലുള്ള കവർച്ച നടന്നിരിക്കുന്നത്. വലിയ സ്ഥാപനമല്ല, ചെറിയ ശാഖയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ കവർച്ച നടന്നത്. മുഖം മൂടി ധരിച്ചെത്തിയ 5 പേരടങ്ങുന്ന സംഘം അവർ കാറിലാണ് എത്തിയത്. തുടർന്ന് ബാങ്കിലേക്ക് അതിക്രമിച്ചു കയറി തോക്ക് ചൂണ്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സ്വർണവും പണവും കവർന്ന ശേഷം അവർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാരുൾപ്പെടെ പറയുന്നത്. ഫിയറ്റ് കാറിലാണ് ഈ മോഷണ സംഘം എത്തിയത് എന്നും ബാങ്ക് ജീവനക്കാർ പറയുന്നുണ്ട്. ഹിന്ദിയാണ് ഇവർ സംസാരിച്ചതെന്നും പറയുന്നുണ്ട്. പകലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ ഭയാനകമായ കാര്യം. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാങ്കിൽ CCTV ഇല്ല എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ആരെന്ന് കണ്ടെത്തുന്നതിന് പോലീസിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ CCTV വെച്ചപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി, അങ്ങനെ ഒരു മോഷണം നടന്നു. അത് മംഗളൂരു ഉള്ളാലിലാണ്. സഹകരണ ബാങ്കിൽ പട്ടാപ്പകലാണ് വൻ കവർച്ചയുണ്ടായത്. ഉച്ചയ്ക്ക് 1:30 ബാങ്കിൽ CCTV ഇല്ലാത്തത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയാണ്. പക്ഷേ സമീപത്തെ CCTVകൾ പരിശോധിച്ചു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചത്.